ചുറ്റിനും ഇലക്ട്രിക് വേലിയാണ്. ഇതിന്റെ ചുറ്റിനും ഇലക്ട്രിക് വേലിയാണ്, ഫെൻസിങ് ആണ്. അപ്പോൾ നല്ല വൈബാണ്. കാട്ടുപോത്തും കുറുക്കനും കരടിയൊക്കെ വന്നൊരു ഏരിയ ആണിത്. മാസ്റ്റർ പീസ്. മറയൂർ കാട്ടിലെ കാടിനുള്ളിലെ കാടിന് നടുക്കുള്ള ട്രീ ഹൗസിൽ പുതുമണവാടനും പുതുമണവാട്ടിയും ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കിടന്നുറങ്ങാൻ പോവാണ്. എൻജോയ് യുവർ മറയൂർ നൈറ്റ്സ്. ഹലോ, നമസ്കാരം. ബ്രൗൺ ആണ്. എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറുള്ള ഒരു അടിപൊളി കാടിൻ്റെ ഉള്ളിലാണ്. കാടിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു റിസോർട്ട് സെറ്റപ്പ് ഉണ്ട്. ഈ റിസോർട്ടിൻ്റെ പേര് ഹോൺബിൽ ഹൈഡ്വേ എന്നാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എങ്ങും പോകാൻ പറ്റിയില്ല. കല്യാണവും അതുപോലെ അനിയത്തിൻ്റെ കല്യാണം, കൊച്ചിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിനൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിപ്പോയി. ഒരു മാസത്തിൻ്റെ പകുതി ദിവസം അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് എന്താ പറയുക, ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട്, ഇവിടെ മെയ് ആണ്, അപ്പോൾ മെയ് മാസമാണ്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ഉണ്ട്, റൂമൊന്നും കിട്ടാൻ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഫലമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ സച്ചു, അവനാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്നത്. എന്തായാലും ക്ലൈമറ്റൊക്കെ എന്താ പറയുക, തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല, എന്തായാലും ചൂടുമില്ല, ആവറേജ് ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ 2024 മെയ് ഈ ഒരു സമയത്ത് ഫുള്ള് ചൂടാണ് എല്ലായിടത്തും. ശരിക്കും വട്ടവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്, പക്ഷേ റൂമൊന്നും കിട്ടാതായതോടെ നമുക്കിവിടെ കിട്ടിയതാണ്. എന്തായാലും വന്നത് നഷ്ടമില്ല. ഒരു കാടിൻ്റെ ഉള്ളിൽ റിസോർട്ടുണ്ട്. അപ്പം അവിടെ വരുന്ന അവിടുത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വൺ ടൈം അല്ല, എന്താ പറയുക, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ്. റൈഡർമാരാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും പറ്റിയ സ്ഥലമാണ്. എന്താ പറയുക, ക്യാമ്പ് ഫയറൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു. എന്തായാലും നല്ല പൊളി വൈബിളുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വരിക. മൂന്നാർ ജസ്റ്റ് ടൗണും ഡാമൊക്കെ കണ്ടു പോകുന്നതിന് പകരം ഇങ്ങനെയുള്ളൊരു പ്ലേസിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സ്റ്റേ ചെയ്യുക. നല്ലൊരു വൈൽഡ് ആനും ചുറ്റിനും ഇലക്ട്രിക് വേലിയാണ്. ഇതിൻ്റെ ചുറ്റിനും ഇലക്ട്രിക് വേലിയാണ്, ഫെൻസിങ് ആണ്. അപ്പോൾ നല്ല വൈബാണ്. കാട്ടുപോത്തും കുറുക്കനും കരടിയൊക്കെ വന്നൊരു ഏരിയ ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഉപ്പെടുക്കൻ്റെ അമ്പാനെ.
അങ്ങനെ നീണ്ട 2-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിലാണ് നമ്മളിപ്പോൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത്. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കോലഞ്ചേരിയുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. അതുകൊണ്ടാണ് ആര്യാസ് റെസ്റ്റോറൻറ്റായിട്ട് നമ്മൾ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും മൂന്നാർക്ക് ട്രാവൽ ചെയ്യാൻ നേരത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാൻ ശ്രമിക്കുക. ഞാൻ ഗ്യാരണ്ടി തരുവാണ്. കാരണം നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കോലഞ്ചേരിയുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും മീൽസാണ് എടുത്തത്. നല്ല എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ആര്യസ് റെസ്റ്റോറൻറ്റിലെ വീഡിയോ എടുക്കാതിരുന്നത് ഒരു വ്ളോഗ് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് മൊത്തമുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ എന്നുള്ള ധാരണയിൽ ഇറങ്ങിയതാണ് രാവിലെ. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ കാരണം ഫ്രണ്ട്സ് മൊത്തമുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ ഓർത്ത് വെക്കാലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. കണ്ടില്ലേ, മൂന്നാർക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. സീസൺ ആയിരുന്നു, മെയ് 2nd വീക്കാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ മറയൂർ എത്തിയത്. മറയൂരിൽ നിന്നാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത്. ചിക്കൻ വാങ്ങിച്ച് ട്രാവലറിലേക്ക് പോകുന്ന പോക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോൺബിൽ ഹൈവേ എന്നുള്ള ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്കുള്ള വഴി നമ്മൾ കയറി തുടങ്ങി. ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നല്ലൊരു ഓഫ് റോഡ് ഫീൽ ചെയ്തിട്ടോ. എന്താ പറയുക, എൻ്റെ വൈഫിനാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും കൊച്ചുങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഫീൽ ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് വേറെ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ റൈഡേഴ്സിനാണെങ്കിലും എന്താ ഈ റൂട്ട് നമ്മൾ വരാൻ നേരത്ത് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരിക്കും. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പാർക്കെട്ടുണ്ട്. ആ പാർക്കെട്ടിൻ്റെ മുകളിൽ കൂടിയാണ് നമുക്ക് ഈ ട്രാവലർ ഓടിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു വൈബ് തന്നെയായിരിക്കും. എന്താ പറയുക, വെള്ളമൊക്കെ ആ ഒരു പാർക്കെട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകണം. എന്തായാലും റൈഡേഴ്സിനൊക്കെ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും. ബാച്ചിലേഴ്സിനൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാം. കാരണം ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ മാത്രം ഒരു കാടിൻ്റെ ഉള്ളിൽ, ചുറ്റും ആരുമില്ല. ചുറ്റിനും ആരുമില്ലെന്നല്ല, ചുറ്റിനും കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്, കുറുക്കനുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റിനും ഇലക്ട്രിക് വേലിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു റിസോർട്ടാണ് ഈ ഒരു ഹോൺബിൽ ഹൈവേ എന്നുള്ള റിസോർട്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് വന്നുകൂടി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ്. രാത്രി വേറൊരു ഫീലാണ്. ക്യാമ്പ് ഫയറൊക്കെ ഇടുമ്പോഴത്തേക്കും എന്താ പറയുക, ചുറ്റിനും പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചെവിയിലേക്ക് ഇരച്ച് കയറി വരും. അതിൻ്റെ ഒപ്പം നമ്മുടെ ഫ്രണ്ട്സും കൂടി ആകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് പോകാം. മൂന്നാറും മറയൂരൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു 1 ഡേ ടൗണൊക്കെ ഒന്ന് കറങ്ങി ഫുഡ് കഴിച്ച് വീട്ടിൽ പോകാതെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമ്മുടെ മഹേഷ് ചേട്ടൻ, ഇവിടുത്തെ കെയർ ടേക്കറാണ് കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളി മെമ്പറാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും നമുക്കിവിടെ ചെയ്തു തന്നായിരുന്നു. പുള്ളി ഒറ്റക്കാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ, ഈ കാട്ടിനടുക്കുള്ള റിസോർട്ടിൽ പുള്ളി നിൽക്കുന്നത്. ഒറ്റക്കാണ് പുള്ളി എല്ലാം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും വരണോ വേണ്ടയോ എന്നുള്ളത്. അന്ന് പോരെ, പിന്നെ നോക്കാം. ബാഗിലാണോ നോട്ടെ. അങ്ങനെ നമ്മൾ കാടിനടിയിലെത്തിയിരിക്കുകയാണ്. കണ്ട എല്ലാം കാണിച്ചു കൊടുക്കും. ഇന്നലെ ഫാമിലി ഉണ്ടായല്ലേ? അവര് കർണാടക. എത്ര പേരുണ്ടായിരുന്നല്ലോ? അപ്പോൾ 8 പേര്. മഹേഷ് ചേട്ടൻ. ഞങ്ങൾ നേരത്തെ കമ്പനി ആയതാ. മോനെ ക്ലിൻ്റെ ട്രീ ഹൗസിന്റെ താക്കോല്. നമുക്ക് ട്രീ ഹൗസ് കൊണ്ടിട്ട് വരാം. ട്രീ ഹൗസ് കൊണ്ടിട്ട് വരാം. ട്രീ ഹൗസിലേക്ക് കൊണ്ടുവരാം.
നിങ്ങളെ ചോദിച്ചിടക്കണം സ്ലിപ്പ് വീടില്ല കൈ പിടിച്ചോട്ടോ. വാടാ ട്രീ ഹൗസ് കണ്ടിട്ട് വാ. നോക്കി കയറട്ടാ മോനെ, നോക്കി കയറി, താഴ്ത്ത് നോക്കി കയറട്ടാ. എടാ റിജോ ഇടിവൻ സീനോ വേണേ. കേരളേട്ടാ ഞാനും കണ്ടിക്ക്. എടി ഇത് നോക്കി ആര് കയറി നോക്കി. എടി സൂക്ഷിച്ചോട്ടാ. എടാ അവനെ നോക്കട്ടാ. ലിയപ്പ് ശരിക്കും നോക്കണേ. ശരിക്കില്ലേ? ഇല്ല ഓൾ സമയം തുറന്ന് താഴ്ത്തൻ്റെ താഴ്ത്ത്. അമ്പോ വാഷ് ബേസിന് ലൈറ്റ് നോക്കിയ സ്വിച്ച് ഇട്ട് ഇപ്പുറത്ത്. അപ്പൊ വേറെ സ്വിച്ച് ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ പാമ്പൊന്നും ഉണ്ടാവില്ല. ഒരു ഫാൻ ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, ടോയ്ലറ്റ്. കൊള്ളാം. ട്രീ ഹൗസിൽ ഇത്ര സെറ്റപ്പ് ധാരാളമാണ്. ട്രീ ഹൗസിൽ ഈ സെറ്റപ്പ് ധാരാളമാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണ കാര്യമാണ്. എടാ റിജു നോക്കടാ, നീ എങ്ങോട്ട് ഇറങ്ങി പോണ? കയറി ഉള്ളി കയറി കാണാൻ. എന്ത് ഞാൻ 2 കാലം വെച്ചിറങ്ങാത്തോണ്ട് അവന് പേടിയൊന്നുമില്ല. എടാ ഇതില്ലേ, ഇത് സ്ഥിരം പ്ലേസ് ആവട്ടെ ഇനി അല്ലേ? വെള്ളം ഇപ്പൊ മഴയില്ല ഒന്നുമില്ലല്ലോ. എങ്ങനെയുണ്ട് സ്ഥലം ശാലു? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി മോനെ. ഓടി കണക്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ
കിളികളൊക്കെ ഉണ്ടോ പാവങ്ങളുടെ വെള്ളം കുടിയൊക്കെ പറഞ്ഞുകൊണ്ടോ എടാ ഇവിടെയാണ് ഫയർ ക്യാമ്പ് ഇടുന്നത്. ആ ആ ക്യാമ്പ് ഫയർ ഉണ്ടാവും നമുക്ക്. ഒന്ന് തിരിഞ്ഞുപോയി. ചെറുതായിട്ട് നേടെ ഇവിടെ ഫുള്ള് അടിയായിരുന്നട്ടാ. ഉച്ചക്കടിച്ച ബ്ലാക്ക് ലേബലിന്റെ പവറാന്ന് തോന്നുന്നു. അമ്പോ ബാലന്റിയൻ, അത് ഐറിഷാണ്. ഐറിഷാന്ന് തോന്നുന്നു. നല്ല സ്കോട്ട്ലാൻഡ്. സോറി, ഞാൻ ബാലന്റിയൻ ഞാൻ അയർലൻഡിൽ പോയപ്പോൾ അടിച്ചത്, അതുകൊണ്ട് പറഞ്ഞ. ചേട്ടാ നമുക്ക് ചായ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആ ഇല്ല, കട്ടൻ ചായ ബ്ലാക്ക് കോഫി. ആ അത് മതി. പിന്നല്ലേ കുറച്ച് ചൂടുള്ള നേരെ സെപ്പറേറ്റ് വേണം. ആ കുടിക്കാൻ. പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് മസാല കിട്ടാൻ വേണ്ടി ഒരു പാത്രം ഉണ്ടാവും. പാത്രം തരാം. ആ ഓക്കെ. ഇവിടെ അവിടെ തന്നെ ഇടാലോ. അവിടെ ഗ്രില്ല അവിടെ ഇപ്പൊ വേണം. ആ എന്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്? നമുക്കൊരു 5 കിലോ. ഇവിടെയുള്ള അത്യാവശ്യം നല്ല അടിപൊളി പട്ടികളുണ്ട് ഇവിടെ. അടുത്തേക്ക് പോയാൽ കുറേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് കണ്ടോ, നല്ല അടിപൊളി. ഇവിടുത്തെ പാറയമേലൊക്കെ കൂടി ഓടി നല്ല വൈബായിട്ട് നിൽക്കുന്ന ബോഡി ഷേപ്പാണ് അല്ലേ. പട്ടീനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കണ്ട. ഗ്രില്ലല്ലേ? ആ ഓക്കെ. ഓ അവിടെ നല്ലൊരു പാറയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സംഭവമുണ്ട്, പക്ഷേ ഫെൻസിങ്ങിൻ്റെ പുറത്താണ്, ഇലക്ട്രിക് വേലിയുടെ പുറത്ത്. എന്താ വെച്ചോ? ആ ആ നമുക്ക് വെള്ളം ചൂടുള്ള സാധാ വെള്ളം എന്തോ? ആ അവിടെ പട്ടിയുണ്ട്. പട്ടി ഭയങ്കര കൊരേടാ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഞങ്ങൾ എത്തിയപ്പോഴേക്ക് മഴ പെയ്തു. മൂന്നാറ്. ഹലോ, അങ്ങനെ നമ്മൾ കരിങ്കുരുങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. കരിങ്കുരുങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ 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 കരിങ്കുരുങ്ങന്റെ ഒരെണ്ണം 30-35 കിലോ ഉണ്ടാവും പറയണ കരിങ്കുരങ്ങ്. ആ
അതിന്റെ ഏതോ മാസ്റ്റർ പീസ്. അവളുടെ മാസ്റ്റർ പീസാണത്. ആ കരിഞ്ഞിറങ്ങി. മലമുഴക്കി. മലമുഴക്കി. രണ്ടെണ്ണം ഉണ്ട്. പൂവിന്റെ അവിടെ ഈ സാധനത്തിന് ഞാനില്ല മറ്റേ ഒരാനയും പുലിയും പഴുതാനും എല്ലാം ഉണ്ട്. എടാ നമുക്ക് ചിക്കൻ കഴിയാലോ. ചിക്കൻ കഴിയിട്ട് കുളിക്കാം. എന്തോ ഉണ്ട് മുകളില്. ഞാൻ മേടിച്ചു. നിറഞ്ഞ് കവിഞ്ഞ് തിന്ന് ഇപ്പൊ ചിക്കൻ കഴുകുന്ന ആളുടെ പേരാണ് റിജോ. പാമ്പൂരു ജോക്കുട്ടനും ബ്രൗൺ മോനും കൂടെ ചിക്കൻ കഴുകുകയാണ്. നല്ല ഇളം ചിക്കനാണ്. നല്ല ബാർബിക്യൂന് പറ്റിയ നല്ല ഇളം ചിക്കൻ. മറയൂരിന്നാണ് വാങ്ങിച്ചത്. മറയൂരിന്നാണ് വാങ്ങിച്ചത്. കാരണം നമ്മൾ മൂന്നാറിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഇത് മെയ് മാസം ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് വീക്ക് ആണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള റൂമുകളെല്ലാം ബുക്കായിപ്പോയി. നമുക്ക് റൂമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ അന്വേഷിച്ച് പിടിച്ച് നമുക്ക് കണ്ടെത്തിയ ഒരു സ്പോട്ടാണിത്. എന്താ പറയാ, ഒരു നൈസ് സ്പോട്ടാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആണിത്. ഫാമിലിക്കും വരാം. ഫാമിലി ആണല്ലോ. നമ്മുടെ ട്രാവലർ ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ട്രാവലർ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ഇലക്ട്രിക് ഫെൻസ് ഈ സൈഡിൽ കൂടെ പോണ കണ്ടോ. ഈ പോകുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ കാണുന്നതാണ് ഇലക്ട്രിക് ഫെൻസ്. ഇത് കണ്ടോ? ഇതിന് ഈ എസ്റ്റേറ്റ് ആണോ? എന്താണോ ഇത്? എസ്റ്റേറ്റ് ആണോ ഇത്? ഈ പ്ലോട്ടിന് ചുറ്റുമുണ്ട് ഇലക്ട്രിക് ഫെൻസ്. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്. ആണോ? ഡീറ്റെയിൽസ് പറയാ. അത് കളഞ്ഞേക്ക്. ആ എല്ല് കളഞ്ഞേക്ക്. അല്ല എല്ലല്ല, കഴുത്ത്. പുലി വരുവോടോ? അതിന്റെ കൂട്ടത്തിൽ ഒരു കവറുണ്ട് വേറെ. ആർക്കൊക്കെ കട്ടൻ കാപ്പിയാണോ തന്നെ വന്നോട്ടാ. വാ, കട്ടൻ കാപ്പി. എത്ര 5 കിലോ ചിക്കൻ ഉള്ളത്? 5.5 കിലോ ഉണ്ട്. വെട്ടി കഴിഞ്ഞപ്പോ നുറുക്കി കഴിഞ്ഞപ്പോ 5.5 കിലോ ഉണ്ട് അല്ലേ? അങ്ങനെയുണ്ട് ചായ കുടിച്ചിട്ടില്ല. ആ ചൂടുവെള്ളം. ചൂടുവെള്ളം ചായ. നൈസ് കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഇഞ്ചിയൊക്കെ ചുക്കൊക്കെ ഇട്ട് നൈസ്.
ഏട്ടാ ഇത് ഏത് ഗ്രില്ല് മസാലയുടെ അത് കളഞ്ഞ അങ്ങനെ ഇടാൻ പാടില്ല. ഓക്കെ മിക്സ് ഇടറാ ആ ഇട്ടോ. ഇവരൊന്നും മേടിക്കണം. നീ എന്നോട് ചോദിക്കാണ്ട് മേടിച്ചാണ് സ്വന്തമായിട്ട് പ്രകാരം. നിന്നോട് ചോദിച്ചപ്പോ നീ മേടിക്കണ്ട, ഇവിടെ മുളകും ഇതൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി 2 മേടിച്ചത്. നീയോട് ചോദിച്ചേ മുളക് പൊടിയൊക്കെ മേടിക്കണമെന്ന് ചോദിച്ചത്. മുളക് പൊടിയല്ല, അതാണ് നീ ചോദിച്ചത്. ഞാൻ മുളക് പൊടി ഉദ്ദേശിച്ചത്. ചേട്ടനെ വിളിക്ക, അത് സൈഡാണ്. അൽഫാം ലാസ്റ്റ്. കത്തി ഇവിടുന്ന് ഉണ്ടല്ലോ. നീ എന്ത് മണ്ടിയാണ്. ആദ്യം മസാല 2 കേട് വേണ്ട, നീ ഇട്. അത് വേറെ മേടിച്ചതാണ്. പെരട്ടെങ്കിൽ ഇതിലാ കുറച്ച് വെളിച്ചം മേടിച്ചിട്ടുള്ളൂ. ഇത് കുഞ്ഞാൻ തികയുന്നുണ്ടായിരുന്നു. മുളകുപൊടി ഉണ്ടില്ലേ? അത്ര മുളകുപൊടി കിട്ടില്ല. കാശ്മീരി അല്ല, സൂപ്പറാ. നമുക്ക് മസാല ഫുൾ മിക്സ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് നോക്കാം. എരിവ് നോക്കാം നമുക്ക്. അത് അയാളുടെ സ്പെഷ്യലായി. ഒന്ന് മുളന്ന് എടുത്തരും. ഉപ്പ് ഓൾറെഡി അതിന് ഉപ്പുള്ളതാ. അതിന് ഉപ്പുള്ളതിന് ആ ചിക്കനെ പിടിക്കണ്ടേ. ഉപ്പൊന്നും ഇടണ്ട, അത് പെരട്ടി നേരം ചെയ്യാവുന്നതാ. എല്ലാം മിക്സറായിട്ട് വരുന്നതാ. എടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. അത് ഈ അൽഫാം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. അതെ, അതിന് വേണ്ടി എപ്പോഴും ഉപ്പ് കൂട്ടുന്ന ആളാണ് അല്ലേ. മതി 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 മതി. ഫെൻസിനകത്തല്ല, ആ പാറയില്ല അവിടെ ഫോട്ടോ ഇട്ടില്ലായിരുന്നു. അവിടെ മഴയത്ത് വന്നോണം. സൂപ്പറാണ്. അവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ വേറെ എവിടെയും പോകണമെന്നുള്ള അവിടെ ഐസാണെന്ന് പറഞ്ഞ കരടിയിട. പിന്നെ അതൊക്കെ ചുറക്കം പുള്ളി നോക്കുമ്പോ നമ്മുടെ ട്രാവലറുടെ ഒക്കെ ഉണ്ട്. അവിടെ ചുവന്ന കണ്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് വെക്കണത്. പുള്ളി വേണ്ട കുറച്ച് അടിച്ച് കഴിഞ്ഞപ്പോ ലെപ്പേഡ് പിന്നെ 7 വർഷത്തിലാണ് 2 പുള്ളി ആയപ്പോഴുണ്ട്. പിന്നെ ആന കാട്ടോത്ത് ഇത്ര സാധനം പുള്ളി സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് 2 പ്രാവശ്യം സ്പോട്ട് ചെയ്തിട്ടുള്ളൂ ലെപ്പേഡ്. അപ്പൊ ഈ കുരങ്ങിപ്പോ കരയാനുണ്ടല്ലോ. ഞാൻ പുള്ളിയോട് ഇതിങ്ങനെ സാധനങ്ങൾ കരയണത് എന്തെങ്കിലും കണ്ടിട്ടാണ് അതിന്റെ മുകളിൽ കിടന്ന് കരയണത്. കുറച്ച് ദൂരത്ത് വെച്ച് തന്നെ. അപ്പൊ ഞാനത് മനസ്സിലായി. അപ്പൊ ഞാൻ അവൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോ ഒച്ച എന്തിനെയോ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോഴും പുള്ളി കരടി ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ എന്തിനാ അവൻ എവിടെ കണ്ടാണ് അവൻ ഒച്ചിട്ടുണ്ടല്ലോ ആ തൈരും കൂടെ ഒഴിച്ചോണ്ട് പുളിയായിരിക്കും. നാരങ്ങ ഒഴിച്ച് പുളി തൈരിട്ടോണ്ട് പുളി കൂടുതലായിരിക്കും. ഉപ്പ് വേണ്ടി വരുമായിരിക്കും, കുറവായിരിക്കും. നമുക്ക് കൂടുതൽ ഉപ്പ് ഇടണം. പുലിയൊക്കെ ചാടി വരോടാ. നീ അകത്തേക്ക് വരുമോ നിങ്ങൾ പിള്ളേരെ?
ഫെൻസിങ് അത് വണ്ടി പോണത് അല്ല. ഞാൻ മഴ ഓണാക്കിയപ്പോ ഞാൻ മാമാരെല്ലാത്തിൻ്റെ അടുത്ത് നേരെ ബൈക്കിൽ പിന്നല്ലാണ്ട് വന്നിയാണ് പൊളിക്കാണ്. ലെഗ് 5 കോഴി ലെഗ് ഉണ്ട്. അപ്പൊ 10 ലെഗ് ഉണ്ട് മൊത്തം. 5 കോഴി. പുള്ളിക്കാരൻ 8 മണി കഴിയുമ്പോ ക്യാമ്പ് ഫയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. 8 മണി പറഞ്ഞാണ്. പുള്ളി കച്ചറയാണ്. ചാർക്കോളുണ്ട് കൊടുക്കണം. നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. കോട്ടേജിലോട്ട് നടന്നു വരുന്ന വഴിയിൽ ഈ മരങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ വാം ലൈറ്റുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നടക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി ഇറങ്ങി നടന്നതാണ്. അതുമാത്രമല്ല കുറച്ച് അഡ്വഞ്ചർ കുരുത്തക്കേടും കൂടി കയ്യിലുള്ളതുകൊണ്ട് കരടിയെയും പുലിയെയും സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് ഒന്ന് പോകാനുള്ളൊരു പ്രത്യേക തോന്നലുണ്ടായി. അങ്ങനെ ഇറങ്ങി നടന്നതാണ്. കൂട്ടുകാരും അറിയാതെ ഇറങ്ങി നടന്നാണെങ്കിലും ഞാൻ പോകുന്നതും വരുന്നതും നോക്കിക്കൊണ്ട് അവരോട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാടാ, സൂപ്പറാണ്. നോക്കടാ സമയം പോകുന്ന അനുസരിച്ച് ഇരുട്ടാണ് ഫുൾ ഇരുട്ടാണ്. പിടിപ്പിച്ചാൽ മതിയേ. അതിൻ്റെ ഇടയ്ക്ക് ഗ്രില്ലും കാണുമല്ലോ. ആ ഗ്രില്ലിൻ്റെ കണല് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ആ സമയം വരെ ഇരുന്നോ. കൊച്ചിന് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനെ. പുള്ളി സത്യം ഇന്നലെയൊക്കെ മറ്റേ ഒരു ബാംഗ്ലൂർക്കാർ അവിഞ്ഞു പോയി. പറ്റില്ലാന്ന് പറയും. ഭയങ്കര ചൂടാന്ന് പറയും. ഞാൻ വെച്ചോളാം. പിന്നെ ഇതേ മറ്റേ ഗ്രില്ലിന് വേണ്ടിയാണ് ഞാൻ ഇത് വെക്കുന്നത്. ശരി ശരി ശരി. അപ്പോൾ ഇച്ചിരി കങ്ക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങനെ എടുക്കാൻ പറ്റില്ല. ലേശം വെള്ളം ഒഴിക്കല്ലേ?
അവിടെ ആ സൈഡിലോട്ടോ റിജോൺ സൈഡോ ആണ് കേട്ടോ. ചപ്പാത്തി ആയിരിക്കും, ചപ്പാത്തി അയ്യോ ബ്രൗണി, നീ ഇത് കേൾക്കണില്ല ബ്രൗണി. സൗന്ദര്യപ്പഴക്കൂട്ടി രാവിലെ തോന്നണ്ട അടുത്തിരിക്കൂല. അതെന്തൊക്കെ അല്ല പൊട്ടിച്ചാ മതി, അങ്ങനെയല്ല തിരിച്ചാ മതി. മാറ്റി ദോശ മോളിൽ എന്റെ കൈ സ്ലിപ്പായി പോണം. അല്ല അത് പൊട്ടിക്കണ്ട, ലോക്കൊന്നുമില്ല. മോളിൽ തിരിച്ചാ മതി മാക്കിന്, എന്റെ കൈ സ്ലിപ്പായി പോണം. Niklaus Brown, what are you doing? Oh my God! കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ കള്ള് കള്ളമെന്ന് പറയില്ലടാ അറിയില്ലടാ പറയില്ലടാ
ബാഗ് പിടിച്ചു ഓൾസമേ, ബാഗ് പിടിച്ചു. എന്നെ ഒന്ന് താഴത്തേക്ക് ഇടുന്നത്. അങ്ങനെ മറയൂർ കാട്ടിലെ കാടിന് നടുക്കുള്ള ട്രീ ഹൗസിൽ പുതുമണവാളനും പുതുമണവാട്ടിയും ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കിടന്നുറങ്ങാൻ പോവാണ്. ആര് മുട്ടിയാലും തൊട്ട് കുറച്ച് നമ്പറാണ്. അല്ല ഒരു മണി ആ താക്കോലും ലോക്കില്ലേ അത് അകത്തെടുത്ത് പിന്നെ ഉള്ളിൽ ലോക്കില്ല നോക്കി, ഉള്ളിൽ ലോക്ക് ഉണ്ടോ നോക്കി നോക്കാൻ മറന്നുപോയി. ലോക്കുണ്ടാടി. ആ കേറിക്കോ. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, എൻജോയ് യുവർ മറയൂർ നൈറ്റ്സ്. അറിഞ്ഞിട്ടുണ്ടാവൂല. അറിയില്ല, ക്ലിൻ്റെ ആയിരിക്കും അറിഞ്ഞേക്കണേ. ചുക്ക് ഇഞ്ചിയല്ല ചുക്കാണ്. ചക്കര ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല. പക്ഷെ അവിടെ കറണ്ട് വേല് കിട്ടി തിരിച്ചേക്കണല്ലേ. അത് ഓഫാണെന്ന് ഉറപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും പറ്റവര് പോയിട്ടാണ് ഉണ്ടാവുന്നത്.